എയർ ഹോസ്റ്റസ് ആവാൻ ഏത് കോഴ്സ് പഠിക്കണം? ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കാരണം ഈ ഒരു ഇതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഏവിയേഷൻ്റെ വീഡിയോസ് ഒരുപാട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരുപാട് ആളുകൾ ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു കാര്യം നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുന്നവരോട് നിങ്ങളിത് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഡൗട്ട് ചോദിച്ച് മെസ്സേജ് അയക്കുന്നവർ അതൊന്ന് ഫോളോ ചെയ്തിട്ട് ഡൗട്ടുകൾ ചോദിക്കാൻ ശ്രമിക്കുക. കോഴ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽ പറയുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ ഈ ഇന്ത്യയിലെ എയർ ഹോസ്റ്റസ് ആവാനുള്ള ക്വാളിഫിക്കേഷൻസിൻ്റെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇൻഡിഗോ എയർലൈൻസ്, ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള എയർലൈൻ കമ്പനി ആയിട്ടുള്ള ഇൻഡിഗോ എയർലൈൻസിൻ്റെ അവരുടെ എയർ ഹോസ്റ്റസ് ആവാനുള്ള ക്വാളിഫിക്കേഷനെ കുറിച്ചാണ്. അതിൽ ഏറ്റവും ആദ്യം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഫീമെയിൽ ഇന്ത്യൻ നേഷൻ ആയിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ആവശ്യമാണ്. മിനിമം ഏജ് 18 വയസ്സാണ് അവർ പറയുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലോട്ട് വരുവാണെങ്കിൽ +2 നിർബന്ധമായിട്ടും പാസ്സായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലോട്ട് വരുവാണെങ്കിൽ ഫ്ലുവൻസി ആൻഡ് ക്ലാരിറ്റി ഓഫ് സ്പീച്ച് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി, അതായത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ് വേണം. ഈ ഹിന്ദി വരുന്നത് ഡൊമസ്റ്റിക് എയർലൈൻ ആയതുകൊണ്ടാണ് ഹിന്ദി വരുന്നത്. പിന്നെ ഹൈറ്റ് മിനിമം പറയുന്നത് 155 സെൻറ്റിമീറ്റർ ആണ്. അതിനനുസരിച്ചുള്ള ബോഡി വെയ്റ്റും BMI ഒക്കെ കറക്റ്റായിട്ട് ആവശ്യമാണ്. അതുപോലെ അപ്പിയറൻസ് പറയുന്നത് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ആൻഡ് വെൽ ഗ്രൂംഡ് ആണ്. പിന്നെ ടാറ്റു കാര്യങ്ങളൊന്നും പാടില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷേ അവർ ഇതിൽ പറയുന്നില്ല. ഇതേ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ലെങ്കിൽ എയർ ഇന്ത്യയിലും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഇന്ത്യയിലുള്ള എല്ലാ എയർലൈൻസിനും ഈ ഒരു ക്വാളിഫിക്കേഷൻസാണ് വരുന്നത്. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 മതി എന്നുള്ളത് പറയുന്നുണ്ടാവും. അതായത് നിങ്ങൾക്കൊരു എയർ ഹോസ്റ്റസ് ആവാൻ അതല്ലെങ്കിൽ ഒരു ക്യാബിൻ ക്രൂ ആവാൻ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലെവൽ +2 തന്നെ ധാരാളമാണ്. അതിന് ഗ്രാജുവേഷനോ മറ്റ് കോഴ്സുകളോ കാര്യങ്ങളോ ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല. നിങ്ങൾ +2 പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ എയർലൈൻസും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അവരുടെ ഈ എയർ ഹോസ്റ്റസിൻ്റെ ജോബ് ഓപ്പണിങ്സിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് കൊടുക്കും. അതുവഴി നമുക്ക് കയറി ഈ പറയുന്ന ഇതിൽ ഡയറക്റ്റ് വേറെ ആളുടെ ഹെൽപ്പ് ഇല്ലാതെ ₹1 നമുക്ക് സ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് തന്നെ അവർ ഇൻ്റർവ്യൂ നടക്കുന്ന സമയവും ഡേറ്റും സ്ഥലവും ഒക്കെ നമുക്ക് മെയിൽ വഴി അയക്കും. നമ്മൾ പോയി ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കിട്ടും. അതോടൊപ്പം തന്നെ ആ കിട്ടിയതിന് ശേഷം എയർലൈൻ തന്നെ ട്രെയിനിങ് നൽകി നിങ്ങൾക്ക് നല്ലൊരു എയർ ഹോസ്റ്റസ് അല്ലെങ്കിൽ നല്ലൊരു കരിയർ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയേക്കാം, അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മളിപ്പോൾ ഈ ഒരു എയർ ഹോസ്റ്റസ് ആവാനുള്ള കോഴ്സുകൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് ഈ എയർ ഹോസ്റ്റസ് കോഴ്സ് എന്ന് അടിച്ചാൽ 100 കണക്കിന് കോഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് ചില ആളുകൾക്ക് ഡൗട്ട് തോന്നിയേക്കാം. അതായത് നമ്മളിപ്പോൾ ഇവിടെ കേരളത്തിൽ ഒരുപാട് ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവരിൽ കുറേയധികം ആളുകൾ ഇത്തരത്തിലുള്ള ഈ ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ എയർ ഹോസ്റ്റസ് ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. ഇവർ മെയിനായിട്ടും ഇത്തരത്തിലുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ +2 പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് ഒരു പക്ഷേ ഈ ഒരു എയർ ഹോസ്റ്റസ് എങ്ങനെ ആവാം എന്നതിനെക്കുറിച്ച് ഈ വെബ്സൈറ്റ് വഴി നോക്കിയാലോ അതല്ലെങ്കിൽ അവരെ ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് പോയൊരു ഇതാവാനുള്ള ഒരു കോൺഫിഡൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടൊരു ധാരണയും കാര്യങ്ങളോ ഒന്നും കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന കുട്ടികൾക്കും ഉണ്ടാവില്ല. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും, പക്ഷേ അത് എങ്ങനെ ചെയ്യണമെന്നുണ്ടാവില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ പല സ്കില്ലുകളും വളരെ കുറവായിരിക്കും. അതിൽ ലാംഗ്വേജ് സ്കില്ല്, ഇംഗ്ലീഷ് ഹിന്ദി സ്കില്ല്, സംസാരിക്കാനുള്ള സ്കില്ല് കുറവായിരിക്കും, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ കുറവായിരിക്കും. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ തിയററ്റിക്കൽ നോളേജ്, അതുപോലെ ഒരു ഇൻ്റർവ്യൂ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഗ്രൂമിങ് കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അത്തരം ഉള്ള കാര്യങ്ങൾ പരിഹരിച്ച് നിങ്ങളൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു എയർ ഹോസ്റ്റസിൻ്റെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നതിലേക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുക എന്ന രീതിയിലാണ് മിക്ക കോഴ്സുകളും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വീക്ക് പോയിൻറ്റിലൂടെയാണ് ഇവർ എല്ലാവരും ഈ കോഴ്സുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് 6 മന്ത് ഉണ്ട്, 1 ഇയർ ഉണ്ട്, അത് പല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ അവർ ഒരു കോഴ്സ് നിങ്ങളിപ്പോൾ ഒരു +2 കഴിഞ്ഞപ്പോൾ ഇതിൻ്റെയായിട്ടൊരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ മെയിനായിട്ടും ഈ കോഴ്സുകളിലെല്ലാം വരുന്നത് ഇത്തരം കാര്യങ്ങളാണ്. പിന്നെ ഇതിനൊരു സപ്പോർട്ട് എന്ന നിലയിലൊരു സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തു. അതിപ്പോൾ നമ്മൾ എവിടെ പഠിച്ചാലും അതിപ്പോൾ ഏത് ഓൺലൈൻ കോഴ്സ് ചെയ്താലും നമുക്കൊരു സർട്ടിഫിക്കറ്റ് വേണം, സർട്ടിഫിക്കറ്റ് തരും. അത് ചിലപ്പോൾ ചിലവർ അയാട്ടയുടെ തരുന്നുണ്ട്, അതല്ലെങ്കിൽ മറ്റ് പല ഇതിൻ്റെയും തരുന്നുണ്ട്. സർട്ടിഫിക്കറ്റിന് ഇവിടെ വലിയൊരു ഇത് വരുന്നില്ല. കൂടുതലും വരുന്നത് ഇത്തരത്തിലുള്ള സ്കില്ലുകളും മറ്റു കാര്യങ്ങളും ഡെവലപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ള ഒരു സംഗതിയാണ്.
അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് 100% ജോബ് കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ജോബ് കിട്ടാതെ വരാം. അതായത് ഇത്ര വലിയ എമൗണ്ടൊക്കെ കൊടുത്ത് പഠിച്ചു, അത് 1 ഇയറോ 6 മന്തോ പഠിച്ചു കഴിഞ്ഞാൽ അവസാനം ചിലപ്പോൾ ജോബ് കിട്ടാത്ത ഒരു അവസ്ഥ വരും. എയർലൈനിനെ സംബന്ധിച്ചിടത്തോളം എയർലൈനിന് ഈ ഒരു കോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് വേറെ വലിയൊരു സപ്പോർട്ടോ കാര്യങ്ങളോ കിട്ടത്തില്ല. അതാ ഈ മിക്ക എയർലൈൻസും അവരുടെ ഈ കരിയർ പേജിലൊക്കെ അവരുടെ പല രീതിയിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് എയർലൈനിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു സപ്പോർട്ടോ കാര്യങ്ങളോ കിട്ടില്ല. അവർക്ക് വേണ്ടത് എന്താണോ അവരതിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. +2 പാസ്സായിരിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങളൊരു കോഴ്സ് ചെയ്യണമെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഈ കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കുറവുകളെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ലാംഗ്വേജ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ, പിന്നെ മോക്ക് ഇൻ്റർവ്യൂ, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ കോഴ്സുകൾ നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു പരിധിവരെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. പിന്നെ വേറെ കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും 100% ജോബ് ഗ്യാരണ്ടി തരുന്നില്ല. അത് നിങ്ങൾ ഒരിടത്ത് എൻക്വയറി ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരാളും നിങ്ങൾക്ക് ഈ പറയുന്ന 100% ഗ്യാരണ്ടി തരുന്നില്ല. എല്ലാവരും പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസേ തരുന്നുള്ളൂ. അതായത് നിങ്ങളെ ഇതിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യും. പിന്നെ നിങ്ങളെ ആ പറയുന്ന ഇൻ്റർവ്യൂ എവിടെയാണ് നടക്കുന്നത് അങ്ങോട്ട് നിങ്ങൾ സെൻഡ് ചെയ്യും. പിന്നെ അവിടെ നിങ്ങളുടെ കഴിവാണ്. നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ അന്ന് അവിടെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടുകയും ചെയ്യും. അതല്ല നിങ്ങൾക്ക് അന്നത്തെ ദിവസം നിങ്ങൾ ഈ പഠിച്ചതെല്ലാം ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജോബ് കിട്ടാതെ പോകും. പിന്നെ നമ്മൾ ഈ കൊടുത്ത പൈസ ഒരു വേസ്റ്റായിട്ട് തന്നെ പോകും. അങ്ങനെ ഒരുപാട് പേര് പോകുന്നുണ്ട്. അതൊരു ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആളുകൾ വിളിച്ച് ചോദിക്കുമ്പോൾ ഏത് കോഴ്സാണ് ബെറ്റർ, അല്ലെങ്കിൽ ഈ കോഴ്സ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ നമുക്കൊരു പ്രോപ്പറായിട്ടൊരു മറുപടി പറയാൻ പറ്റില്ല. കാരണം ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. എയർലൈൻ അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ കോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സില്ല. പേടിക്കുന്ന എല്ലാ കോഴ്സുകളും ഈ ഒരു സംഗതിയാണ്. നിങ്ങളുടെ കഴിവുകൾ ഒന്ന് അപ്പ് സ്കിൽ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതുകൊണ്ടേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. പിന്നെ ഇതൊന്നും പഠിക്കാതെ പോയിട്ട് കിട്ടുന്ന ആളുകളുണ്ട്. ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കാര്യങ്ങളും വെച്ചിട്ട് പോയി ചെയ്ത് പിന്നെ അവരുടെ നിങ്ങളിപ്പോൾ ഈ ഇൻ്റർവ്യൂ പാസ്സാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് എയർലൈൻ നിങ്ങൾക്ക് ട്രെയിനിങ്സ് തരും. ആ ട്രെയിനിങ്ങാണ് അവർക്ക് അവരുടെ സ്റ്റാഫ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ആ രീതിയിലേക്ക് ട്രെയിനിങ് തരും. അതുകൊണ്ട് തന്നെ ഇത്തരം കോഴ്സുകൾക്ക് വലിയൊരു ഇത് വരുന്നില്ല. ഇനി എനിക്ക് പറയാനുള്ളത് ഒരു സജഷനാണ്, ഒരു കൊച്ചു സജഷൻ. അതായത് ഇത്തരത്തിലുള്ള എയർ ഹോസ്റ്റസ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വലിയ ഫീസ് മുടക്കി ഒരു കോഴ്സ് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന രീതിയിലൊന്ന് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഓൺലി സജഷൻ മാത്രം. ചെയ്യണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതായത് ഇത് ഇത്രേ ഉള്ളൂ. അതായത് നിങ്ങളിപ്പോൾ ഒരു 18 വയസ്സ് പൂർത്തിയായി, നിങ്ങൾക്ക് +2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അടുത്ത വരുന്ന ഏതാണോ എയർലൈൻസിൻ്റെ ഒരു ഇത്തരത്തിലുള്ള ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ എയർ ഹോസ്റ്റസ് ഇൻ്റർവ്യൂ ഡയറക്റ്റ് ഒരു കോഴ്സ് എടുക്കാതെ പോയി ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ എയർലൈൻ പറയുന്ന ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ തീയതി തന്നെ കിട്ടാം. ഇനി അത് കിട്ടിയില്ലെങ്കിലും വിഷമിക്കരുത്. അതിന് പകരം നിങ്ങൾക്ക് അവിടെ ഏത് മേഖലയിലാണ് നിങ്ങൾ അവിടെ ഇൻ്റർവ്യൂ സെക്ഷനിൽ ഏത് മേഖലയിലാണ് നിങ്ങൾ പരാജയപ്പെട്ടത് അല്ലെങ്കിൽ വീക്ക് പോയിൻ്റ് വന്നത് എന്ന് നോക്കുക. ലാംഗ്വേജ് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ, സോഫ്റ്റ് സ്കിൽ അല്ലെങ്കിൽ ഏതിതാണെന്ന് നോക്കുക. എന്നിട്ട് അത് ക്ലിയർ ചെയ്യാനുള്ള രീതിയിലുള്ള കോഴ്സുകൾ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ലാംഗ്വേജിൻ്റെ മാത്രം കോഴ്സ് ചെയ്താൽ മതിയായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്രൂമിങ്, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മോക്ക് ഇൻ്റർവ്യൂസ്, അങ്ങനത്തെ ഇത് ഏതെങ്കിലും ഒരു ഇതിലായിരിക്കും നിങ്ങൾ ഇതായി പോകുന്നത്. അതനുസരിച്ചുള്ള കോഴ്സുകൾ ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാതെ നമ്മൾ പോയിട്ട് 2-2.5 ലക്ഷം രൂപ കൊടുത്തുള്ള വലിയ കോഴ്സുകൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. എന്താണോ നിങ്ങളുടെ വീക്ക് പോയിൻ്റ് അതനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്നുള്ളത്, നിങ്ങൾ ഈ കോഴ്സ് ഫീ വളരെ ശ്രദ്ധിക്കണം. അതായത് ഇതിപ്പോൾ ചില ആളുകൾ 6 മാസത്തേനും അല്ലെങ്കിൽ 1 വർഷത്തേനൊക്കെ വലിയ കോഴ്സ് ഫീ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനല്ല പല ഇൻസ്റ്റിറ്റ്യൂഷനിലും വിളിച്ച് ചോദിക്കണം. അതിൽ താരതമ്യേന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സെറ്റപ്പും അതുപോലെ തന്നെ താരതമ്യേന അതിൻ്റെ ഒരു കോഴ്സ് ഫീ കുറവുള്ള ഒരു ഇതിൽ എടുക്കാൻ നോക്കുക. തീരെ കുറവെന്ന് ഞാൻ പറയില്ല, എങ്കിലും ഒരു മാന്യമായ രീതിയിലൊരിത് വരുന്നത് നോക്കുക. ഓവറായിട്ട് നിങ്ങൾ ഒരിക്കലും വലിയൊരു കോഴ്സ് ഫീ ഉള്ളത് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിളിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ അതിൻ്റെ കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. വലിയ കുറേ എമൗണ്ട് കൊണ്ട് ഇതിൽ സ്പെൻഡ് ചെയ്യരുത്. നോക്കിയും കണ്ട് ഇതിൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യണം. അതാണ് പറഞ്ഞു വരുന്നതിൻ്റെ ഏറ്റവും ചെറിയ ഇത്. പല കുട്ടികൾക്കും ഇത് ഭയങ്കര ഇതാണ്, പെട്ടെന്ന് കിട്ടും അല്ലെങ്കിൽ ജോബ് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞ് ഇതുകൊണ്ട് പല ആളുകളും വലിയ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ദുഃഖിക്കേണ്ട അവസ്ഥകളും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നോക്കി കാര്യങ്ങൾ ചെയ്യുക. ഇതാണ് എനിക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയാനുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾ കോഴ്സ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ ഒന്നൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബെനിഫിറ്റുകൾ കിട്ടിയേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകളിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് ഫോളോ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഡൗട്ടുകൾ മെസ്സേജ് ചെയ്തിടുക.
അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ നമസ്കാരം.